എടോ ഒരു 500 രൂപ ഇങ്ങോട്ട്. എന്തിനാ? ചെലവ് ചെയ്യാൻ. കാര്യം പറ. തനിക്ക് പ്രൊമോഷൻ, എറണാകുളത്തേക്ക് ട്രാൻസ്ഫറും. ഏതെങ്കിലും ഒരു സിറ്റിയിലേക്ക് പോകണമെന്നായിരുന്നല്ലോ നിനക്ക്. പോരാത്തിന് പ്രൊമോഷനും. പിന്നെന്തായാലും മുഖപ്രസാദം ഇല്ലാത്ത ഏ? ഏയ് വിട്ടുപിരിഞ്ഞ് പോകാൻ വയ്യല്ലേ? ഇത്രയും കാലം നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞിട്ട് വേല ഇറക്കാവതാ. എനിക്കിതൊന്നും കണ്ടാ മനസ്സിലാവില്ലെന്നാണ് നീ വിചാരിച്ചേ? എന്റെ മനസ്സ് നിന്റെ മനസ്സ് ഒന്നല്ലേ? പിന്നെ ഞാൻ പറഞ്ഞിട്ട് വേണോ നീ ഇതൊക്കെ അറിയാൻ? നീ കാര്യമായിട്ടാണോ അതോ? അവളെ വിവാഹം കഴിക്കാൻ തന്നെ എന്റെ തീരുമാനം. അത് ശരി. നിനക്കിങ്ങനൊരു മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല. മുള്ളുവരത്തെ തേനടിക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞോ? ആട്ടെ, നീ ഇത് മീരയോട് പറഞ്ഞോ? ഇതൊക്കെ മനസ്സിനോട് പറയുന്നതല്ലേ? എന്നാ പിന്നെ വെച്ച് നീട്ടണ്ട. നീ അങ്ങ് ട്രാൻസ്ഫർ ആയി പോവും, ആ പെണ്ണോട് ഒറ്റയ്ക്കാവും. വെറും തൊട്ടാവാടിയാ. എങ്ങനെയാണെന്ന് വെച്ചാൽ വേഗം തീരുമാനിക്കണം. ഞാൻ കൂടെ നിൽക്കാം. ഓർമ്മ വെക്കുമ്പോൾ ഞാൻ അനാഥാലയത്തിലാണ്. അച്ഛനും അമ്മയും വീടുമൊക്കെ വെറും സങ്കല്പങ്ങൾ. രാത്രി വിശാലമായ ഹാളിൽ നിരത്തിയിട്ട കട്ടിലുകളിൽ ഒന്നിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ കണ്ണിൽ വരുന്നത് ഉറക്കമല്ല, കണ്ണീരായിരുന്നു. എന്താ മേരെ ഇത്? അതൊക്കെ മറന്നു കളയും. എങ്ങനെ മറക്കാനാവും നന്നിട്ട? ഈ സ്നേഹത്തിന് മുന്നിൽ ഞാൻ തളരുകയാണ്. ഒരു അനാഥയുടെ മനസ്സ് എന്നും എപ്പോഴും കൊതിക്കുന്നത് ഒരിറ്റ സ്നേഹത്തിന് വേണ്ടിയാണ്. അച്ഛനമ്മമാരുടെ കൈകളിൽ തൂങ്ങി ചിരിച്ചും കളിച്ചും പോകുന്ന കൂട്ടുകാരികളെ ഞാൻ കൊതിയോടെ നോക്കി നിന്നിട്ടുണ്ട്. ഈ കണ്ണീരല്ലേ എനിക്ക് കാണേണ്ടത്? നീരതൊക്കെ മറന്നു കളയണം. അല്ല നന്നേട്ട, ഒരു തീരുമാനത്തിലെത്തും മുമ്പ് നന്നേട്ടൻ എന്നെ പറ്റി എല്ലാം അറിഞ്ഞിരിക്കണം. നാടും വീടും കുടുംബമഹിമയും ഒന്നും ഇല്ലാത്തവളാണ് ഞാൻ. നോക്കുമീരെ, നിഷ്കളങ്കമായി മനസ്സിനെയാണ് ഞാൻ ആഗ്രഹിച്ചത്. മറ്റൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. പക്ഷേ നന്നേട്ടന്റെ വീട്ടുകാർ? എനിക്ക് എന്റെ അമ്മയോടല്ലാതെ മറ്റാരോടും ഒന്നും പറയേണ്ട കാര്യമില്ല. അമ്മയ്ക്കാണെങ്കിൽ ഞാൻ വിവാഹം കഴിക്കാത്തതിലുള്ള ദുഃഖമേ ഉള്ളൂ. എന്റെ ഇഷ്ടത്തിന് അമ്മ എതിര് നിൽക്കില്ല. എനിക്കൊരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി, മീരയ്ക്ക് എന്നെ വിവാഹം കഴിക്കാൻ സമ്മതമാണോ എന്ന്. ഊമയ്ക്ക് അനുഗ്രഹം കിട്ടിയ പോലെ എന്റെ അവസ്ഥ. നന്ദി പറയാൻ കൂടി കഴിയാതെ. നിനക്കിഷ്ടപ്പെട്ടല്ലോ, അത് മതി. വെറുതെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ മതിയോ? പെണ്ണിന്റെ കുടുംബക്കാരെ കുറിച്ചോ അവരുടെ ചുറ്റുപാടുകളെ കുറിച്ചോ അന്വേഷിച്ചോ? ആട്ടെ, പൊന്നും പണവും എന്ത് കിട്ടും? പൊന്നും പണമൊക്കെ എത്ര കിട്ടുമെന്ന് ഞാൻ ചോദിച്ചില്ല. ഒരു പാവപ്പെട്ട പെൺകുട്ടിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അത്രേ നോക്കിയുള്ളൂ. ആ, അങ്ങനെ വരട്ടെ. ഒന്നിച്ച് ജോലി ചെയ്യുന്ന പെണ്ണാണെന്ന് കേട്ടപ്പോഴേ ഞാൻ ഊഹിച്ചു. അല്ല, എനിക്ക് പറയേണ്ട കാര്യമില്ല. എന്നാലും ചോദിക്കണ പൊന്നും പണവും തരാന്ന് പറഞ്ഞ് എത്ര കൂട്ടർ വന്നതാ. നല്ല ഒന്നാന്തരം തറവാട്ടുകാര്. അപ്പൊ എന്റെ പൊന്നങ്ങളയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. ചോദിച്ച പൊന്നും പണമൊക്കെ കൊടുത്ത് നല്ല തറവാട്ടി കെട്ടിച്ചു വിട്ടതാണല്ലോ നിന്നെ. എന്നിട്ട് എന്താ വിശേഷം? അളിയച്ചാര് വന്നിരിക്കുന്നു. തറവാടി എന്റെ പൊന്നുപങ്ങളി ചെന്ന് എതിരോട്ടുണ്ട്. വാ. കുറച്ചു നേരമായി. പിന്നെ എന്തൊക്കെയുണ്ടല്ലേ വിശേഷം? അളിയനെ കണ്ടിട്ട് എത്ര നാളായ അളിയായ? എന്താ എല്ലാവർക്കും ഒരു ഗൗരവം? എടീ സംഗതി പറ. എടീ പത്മാവതി, സംഗതി എന്താണെന്ന് പറയണേ. എവിടെയെങ്കിലും പോയി കട മനുഷ്യ. കൊള്ളം കുടിച്ച് കണ്ടടോന്നിറങ്ങി വീട്ടിലേക്ക് വരുന്നതിന്റെ ഒരു ശേല്. നീ എന്തോന്നാ പറഞ്ഞ? എന്റെ ആളിയെ ഇവിടെ നിൽക്കുന്നു. ആരെയാൾ കീറുവെച്ചതിനാ. പിന്നെ പോറും. നിങ്ങൾ ആരാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? നിന്റെ അമ്മ.
മോളെ, നിനക്ക് നല്ലതേ വരും. തെറ്റായ വഴിക്ക് നീ പോകില്ലെന്ന് എനിക്കറിയാം. എല്ലാ കാര്യങ്ങളും അയാളോട് നീ തുറന്നു പറഞ്ഞല്ലോ. ഉവ്വ്. നന്നായി. മറച്ചു വെച്ചിട്ട് കിട്ടുന്ന നേട്ടം നല്ലതല്ല. എന്നേക്കുമുള്ള ഒരു ബന്ധത്തിൽ എല്ലാം തുറന്നു പറയുന്നതാണ് നല്ലത്. എല്ലാം അറിഞ്ഞിട്ടാണ് സ്നേഹിക്കുന്നതെങ്കിൽ അയാൾ നല്ലവനായിരിക്കും. അതെ മദർ, എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ്. കർത്താവ് നിന്നെ കാക്കും. ഈ അനാഥാലയത്തിൽ നിന്ന് പഠിച്ചു ജയിച്ച് മറ്റു കുട്ടികൾക്ക് മാതൃക കാണിച്ചു കൊടുത്തത് നീയാ. എല്ലാം മദർ ഉണ്ടായതുകൊണ്ടാ. സന്തോഷമായി പോകും. ഭർത്താവിനെയും കൂട്ടി വരണം കേട്ടോ. പിതാവിന്റെ അനുഗ്രഹവും എന്റെ പ്രാർത്ഥനയും എപ്പോഴും നിനക്കുണ്ടാവും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇൻവിറ്റേഷൻ ലെറ്റർ, കല്യാണം, ടീ പാർട്ടി, മീരയുടെ ലീവ് എന്ന് വേണ്ട എല്ലാം ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും വെറുതെ വേഷവും കെട്ടി പന്തലി വന്ന് നിന്ന് നിന്നാ മതി. അല്ല, കല്യാണം കഴിഞ്ഞിട്ട് എവിടെ താമസിക്കും? നാടറോട്ടി താമസിക്കും? താൻ എന്താ എന്നെ പറ്റി വിചാരിച്ചത്? കല്യാണം കഴിഞ്ഞ് നവവധൂനെയും കൂട്ടി പുതിയ ജോലി സ്ഥലത്തേക്ക് വരുമ്പോ കുരുത്തോല തൂക്കിയ സുഗന്ധദ്രവ്യങ്ങൾ പുകയുന്ന ഒരു കൊച്ചു വീട് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും. കലക്കളിയാ. ഇനി നീ കൂടെ ഒരു പെണ്ണും കെട്ടി നമ്മുടെ അയൽവക്കത്തൊന്നും താമസിച്ചാൽ മാത്രം മതി. അയലോകത്തോ? നിങ്ങൾ വീട്ടിൽ താമസിക്കൂലേ? വീട്ടിൽ കയറ്റണം. വന്നോട്ടെ. സമ്മതിച്ചല്ലോ. കുറച്ചുകൂടി. വൺ മിനിറ്റ്. എല്ലാം ഭംഗിയായി. ഞങ്ങൾ പോട്ടെ, നേരം വൈകുന്നു. വിട്ടാ ശരിയാവില്ല. അല്ല, നിങ്ങൾ രണ്ടും കൂടെ അവിടെ വരും. പിന്നെ വരാതിരിക്കോ? നല്ലൊരു സദ്യ കിട്ടുന്ന ആരെങ്കിലും കളയോ? ഊണൊക്കെ തരാം, പക്ഷേ ഡെപ്പോസിറ്റ് ചോദിക്കണം. ഞങ്ങൾ പോട്ടെ. വരുന്നില്ലേ? പെണ്ണെ കെട്ടണ്ടേ? പോട്ടെ. ഇനി ഞാൻ ഇറങ്ങുക. ഇപ്പൊ തന്നെ വല്ലാണ്ട് വൈകി. അല്ല, ഇപ്പൊ പോയാലേ 4 ബസ് കിട്ടും. അതിന് പോയാൽ 9 ട്രെയിനും കിട്ടും. പറഞ്ഞു തന്നാ ഇല്ല, ഞാൻ വഴി കിടന്നേനെ. കണ്ടോ മീര, എന്നെ പറഞ്ഞേക്കാനുള്ള ധൃതി കണ്ടോ? അപ്പൊ സാറിന് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത്? പെണ്ണ് കിട്ടി മധുവിധം ആഘോഷിക്കാനേ വരുന്നുള്ളൂ, ഒറ്റയ്ക്ക് വരുന്നില്ല. വരട്ടെ. മുഖത്ത് കണ്ണുള്ളവർക്ക് പിന്നെ സംശയം തോന്നൂലേ? ഓരോരുത്തർ എന്താ ഏതാന്നൊക്കെ ചോദിച്ചപ്പോ ഞാനങ്ങ് അയ്യടാന്നായി പോയി. മിണ്ടാനൊക്കുവോ? കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും കളഞ്ഞു വിളിച്ചു. നാണല്ലേ? എന്തു പറ്റി? ഒന്നുമില്ല. എനിക്കറിയാം. നീ അതൊന്നും കണ്ടില്ലെന്നും കേട്ടില്ലെന്നും വച്ചാൽ മതി. എനിക്ക് സങ്കടമൊന്നുമില്ല ചേട്ടാ. വെളുപ്പിന് നമ്മൾ പോകും. ഇന്ന് തന്നെ പോയാ അമ്മയ്ക്ക് വിഷമം തോന്നണ്ടെന്ന് വിചാരിച്ചിട്ടാ. പോകുന്ന വഴിക്ക് നമുക്ക് കോൺവെന്റിലൊന്ന് കയറണം. മദർ പ്രത്യേകം പറഞ്ഞിരുന്നതാ. ആനന്ദ, വരൂ. പൂക്കളില്ല, പാലും പഴവും ഇല്ല. ആദ്യ രാത്രിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളൊക്കെ തെറ്റി അല്ലേ? ഈ സ്നേഹമല്ലാതെ മറ്റൊന്നും എനിക്ക് വേണ്ട.